നമസ്കാരം. മലയാളി അല്ലെങ്കിലും വർഷങ്ങളായി കേരളത്തിലാണ് നടൻ ബാല താമസിക്കുന്നത്. കളഭം എന്ന ചിത്രത്തിലൂടെ മലയാളത്തിൽ അരങ്ങേറിയ ബാല തുടർന്ന് മലയാള സിനിമയിൽ സജീവമായി. നായകൻ, സഹനടൻ, വില്ലൻ തുടങ്ങിയ എല്ലാ വേഷങ്ങളും സിനിമയിൽ അടിത്തിമർത്ത ബാല അടുത്തിടെ കോമഡിയും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ചിരുന്നു. സ്വന്തം നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ സ്വീകാര്യതയാണ് ബാലയ്ക്ക് മലയാള നാട് കൊടുത്തത്. മമ്മൂട്ടിയുടെ ബിഗ് ബിയിൽ അഭിനയിച്ചതോടെ ബാലയുടെ കരിയറിൽ വലിയ വഴിത്തിരിവായി. വർഷങ്ങൾ നീണ്ട കരിയറിൽ 40-ലധികം സിനിമകളാണ് ബാല അഭിനയിച്ചത്. അടുത്തിടെയാണ് ബാല വീണ്ടും വിവാഹം കഴിച്ചത്. തന്റെ മുറപ്പെണ്ണായ ഗോകുലയെയാണ് താരം വിവാഹം ചെയ്തത്. അമൃത സുരേഷുമായി വേർപിരിഞ്ഞ ശേഷം ഡോക്ടർ എലിസബത്തിനെ താരം വിവാഹം ചെയ്തിരുന്നു. ഈ ബന്ധവും അവസാനിച്ച ശേഷമാണ് ഗോകുലെ ബാല വിവാഹം ചെയ്തിരിക്കുന്നത്. ബാലയുടെയും ഭാര്യ ഗോകുലയുടെയും വാർത്തകൾ സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകാറുണ്ട്. ബാലയുടെ ഒപ്പമുള്ള ഇപ്പോഴത്തെ ഭാര്യ ഗോകുല മാമാപ്പൊണ്ണ് എന്നായിരുന്നു വിവാഹം കഴിഞ്ഞപാടെ ബാല നൽകിയ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകൻ സുരേഷുമായി സംസാരിക്കുന്നതിനിടയിലാണ് അത് എല്ലാം വ്യക്തമായി പറയാൻ സാധിക്കില്ല, തുറന്നു പറയാനാകില്ല എന്നൊരു വാക്ക് ബാല പറയുന്നത്. അതോടെയാണ് ഒരു ക്ലാരിറ്റി ഇല്ലായ്മ ഉണ്ടല്ലോ എന്ന് ബാല പറയുന്നത്. ഇതോടെ വിമർശനങ്ങളും എത്തിയിരുന്നു. പാലാരിവട്ടത്തെ വീടൊക്കെ വിറ്റ് സിറ്റി തിരക്കുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞുമാറി വൈക്കത്തേക്ക് ഭാര്യസമേതനായി പോയതാണ് ബാല. പക്ഷേ അപ്പോഴും മാധ്യമങ്ങളൊപ്പമുണ്ട്. അവരുടെ ചോദ്യങ്ങൾക്ക് ബാലയും ഗോകുലയും ഇപ്പോൾ നൽകിയ മറുപടിയാണ് വൈറലാകുന്നത്. നിരന്തരം ആരോപണങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ബാലയുടെ പുതിയൊരു വീഡിയോയാണ് വൈറലാകുന്നത്. ഭാര്യ ഗോകുലയ്ക്കൊപ്പം മാധ്യമങ്ങളുമായി സംസാരിക്കവേ തനിക്ക് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നുമില്ലെന്നാണ് നടൻ പറയുന്നത്. എനിക്ക് മതമോ രാഷ്ട്രീയമോ ഇല്ലെന്ന് എല്ലാവരും ആദ്യം മനസ്സിലാക്കണം. എനിക്ക് ലിവർ തന്നത് ഒരു ക്രിസ്ത്യാനിയാണ്, രക്തം തന്നത് ഒരു മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവാണ്. എന്റെ വീട്ടിൽ ബുദ്ധന്റെ പ്രതിമ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്റെ മതം ഏതാണ്? എന്റെ കഴുത്തിൽ കൊന്തയും രുദ്രാക്ഷവും ഉണ്ട്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയാണ് വേണ്ടത്. സ്നേഹമേ ഈ ഭൂമിയിൽ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. വീടും പുതിയ ജീവിതവും ഒക്കെ അടിപൊളിയായി പോകുന്നു, ബാല പറയുന്നു. ഇതിനിടെ ബാലയുടെ ഭാര്യ ഗോകുലയോട് മാധ്യമപ്രവർത്തകൻ ചോദ്യവുമായി എത്തി. ഞാൻ അമ്പലത്തിലൊക്കെ പോയി മാമന് വേണ്ടി പ്രാർത്ഥിക്കും, അതുപോലെ പള്ളിയിലും പോകാറുണ്ട്. ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം ഉണ്ടാകുന്ന വിവാദങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. എല്ലാവരും മാമനെ പറ്റി തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ്. ആർക്കും അറിയില്ലാത്ത ഒരു സത്യമുണ്ട്, അത് എനിക്ക് മാത്രമാണ് അറിയുകയുള്ളൂ. അത് പക്ഷേ പുറത്തു പറയാൻ പറ്റില്ലെന്ന് ഗോകുല പറഞ്ഞു. വിവാദങ്ങളൊക്കെ ഞാനും കാണാറുണ്ട്. എല്ലാവരും മാമയെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നു. സ്വന്തം ഇഷ്ടത്തിന് വായിൽ തോന്നുന്നതൊക്കെ ചിലർ വിളിച്ചു പറയുകയാണ്. എന്നാൽ ആർക്കും അറിയാത്ത ചില സത്യങ്ങളുണ്ട്. അത് എനിക്കും മാമിക്കും മാത്രം അറിയുന്നതാണ്, പറയാനാകില്ല. അവർ അവരുടെ ഇഷ്ടത്തിന് വന്ന് എന്റെ ഭർത്താവിനെ കുറിച്ച് പലതും പറയുമ്പോൾ എനിക്ക് കോപം വരും. മാമാവോട് എല്ലാമേ പറയാൻ ഞാൻ പറയാറുണ്ട്, പക്ഷെ അത് പറയാനാകില്ല. അതുകൊണ്ട് മിണ്ടാതിരിക്കുന്നു. സത്യം എനിക്കും അറിയുന്നതാണ്. ഗോകുല പറയുമ്പോൾ തുറന്നു പറഞ്ഞാൽ ചിലരുടെ ജീവിതം പോകും. സത്യം നിങ്ങൾ ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. എന്റെ പൊണ്ടാട്ടിക്കും എന്നെ സ്നേഹിക്കുന്നവർക്കുമെല്ലാം സത്യം എന്താണ് എന്നറിയാം. അത് കാലം തെളിയിക്കട്ടെ എന്നാണ് ബാല പറയുന്നത്. ഞാൻ ഒരിക്കലും ഒരു ദ്രോഹിയല്ലെന്നാണ് ബാലയുടെ മറുപടി. പക്ഷേ തുറന്നു പറഞ്ഞാൽ ചിലരുടെ ജീവിതം പോകും. അതാണ് ഞാൻ മിണ്ടാതിരിക്കുന്നതിന് കാരണം. എന്റെ സങ്കടം എന്റെ കൂടെ തന്നെ പോകട്ടെ. സത്യം നിങ്ങളൊക്കെ വിചാരിക്കുന്നതൊന്നുമല്ല. ആരും ചിന്തിക്കാത്ത ലെവലിലാണ് സത്യം ഒളിച്ചിരിക്കുന്നത്. എന്റെ ഭാര്യയ്ക്കും ഞാനുമായി ചുറ്റിയിരിക്കുന്ന അടുത്ത ആളുകൾക്കും സത്യം അറിയാം. പെട്ടെന്നൊരു ദിവസം അവരെ ഞാൻ ദ്രോഹം ചെയ്തു എന്ന് എങ്ങനെ പറയുമെന്ന് ബാല ചോദിക്കുന്നു. ഒന്നും അറിയാതെ അവൾ കണ്ടതൊക്കെ പറയുകയാണ്. അത് കാണുമ്പോൾ എനിക്ക് തന്നെ ദേഷ്യം വരാറുണ്ടെന്നും ഗോകുല കൂട്ടിച്ചേർത്തു. ഇതിനിടെ ബാലയുടെ രണ്ടാമത്തെ ഭാര്യയായിരുന്ന എലിസബത്ത് അവരുടെ വിവാഹ വേഷത്തിൽ വന്നതിനെ പറ്റി ചോദിച്ചിരുന്നു. എന്നാൽ നിങ്ങൾ ചോദിച്ചതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ബാലയും ഭാര്യയും ഈ ചോദ്യത്തിന് കൃത്യമായ മറുപടി പറയാതെ പോവുകയായിരുന്നു. അതേസമയം ബാലയുടെ വീഡിയോയ്ക്ക് താഴെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത്. എന്തിനാണ് അനാവശ്യമായ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. ഇനിയെങ്കിലും നിർത്തി ഇവിടെ നിന്ന് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോയിക്കൂടെ എന്നും കമന്റുകളുണ്ട്. ഒരാൾക്ക് സഹായം ചെയ്തു കൊടുത്തതിന് ശേഷം അത് വിളിച്ചു പറയുന്നത് എന്തിനാണെന്നും ചിലർ കമന്റിൽ പറയുന്നുണ്ട്.